മുംബൈയിലാണെങ്കിൽ അലീനയുടെ മുൻപിൽ സ്റ്റാലിൻ പതിയെ അഴിയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അലീന ഒരുപാട് യാതനകളും വേദനകളും സഹിച്ച് തന്നെയാണ് ഇത്രയും ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയാണല്ലോ സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ സ്റ്റാലിന് തന്നെ നല്ല രീതിയിൽ സങ്കടവും വിഷമമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ വലിയ രീതിയിലുള്ള ചിട്ടയൊന്നും ഇവളെ തുടക്കം തന്നെ അനുസരിപ്പിക്കാനായിട്ട് കഴിയില്ല. അവൾ ഒന്നിൽ നിന്നും പഠിച്ച് വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളോട് അത്ര സ്ട്രിക്റ്റ് ആവണ്ട എന്ന് നമ്മുടെ സ്റ്റാൻലി മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്നുണ്ട്. ഇതേ സമയമാണ് അലീന അടുക്കളയിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അലീനയെ ആട്ടിപ്പായിക്കുന്നത് കേട്ടോ. അത് അലീനയ്ക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല. താൻ ഇങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ലെന്നും തനിക്ക് ജോലി ചെയ്യാമെന്നും അലീന സ്റ്റാലിൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്, നീ ഇനി ജോലി ചെയ്യേണ്ട ആവശ്യകതയേ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വെറുതെ ഇരുന്നാൽ ബോറടിക്കുമെന്ന് പറയുകയാണ് അലീന. എനിക്ക് ജോലി ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യവുമാണ്, അതുകൊണ്ട് അതെനിക്ക് അനുവദിച്ച് തന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഒടുവിൽ സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ നിർബന്ധത്തിന് വഴങ്ങി അത് അനുവദിച്ചു കൊടുക്കുകയാണ്. ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യേണ്ട, ചെറിയ ചെറിയ ജോലി എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കുകയോ അതിൽ കൂടുതൽ ഒന്നും ചെയ്യരുത് എന്ന് സ്റ്റാൻലി